രാജസൂയ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ ഭാഗവതത്തിൽ. അനവധി ദിക്കിൽ അന്നദാനം നടത്തുന്നുണ്ട്, ബ്രാഹ്മണർക്ക് ഇത് കൊടുക്കുന്നുണ്ട്, ദാനം കൊടുക്കുന്നുണ്ട്. അങ്ങനെ തന്നെ അനവധി കാര്യങ്ങൾ ചെയ്തു എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഇവിടെ അതുപോലെയാണ്. എന്തൊക്കെയാ വെച്ചാൽ, ഒരു ഭാഗത്ത് ഭക്ഷണം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാലത്ത് വന്ന് വൈകുന്നേരം വരെ ഭക്ഷണം കിട്ടും, ഉച്ചയ്ക്കും രാത്രിയൊക്കെ കിട്ടുന്നു. ഒരു ഭാഗത്ത് കലാപരിപാടികൾ മാത്രമാണ്, ഒരു ഭാഗത്ത് വാദ്യഘോഷങ്ങൾ മാത്രമാണ്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഗുരുവായൂർ വരുന്ന ഒരു ഭക്തന് ഏതാണോ ഇഷ്ടം വെച്ചാൽ ആ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കാം. ഭക്ഷണം കഴിക്കുന്ന ആൾക്ക് ഭക്ഷണം കഴിച്ചാൽ മാത്രം മതിയെന്ന്, അത് എപ്പോഴും ഭക്ഷണം കഴിക്കാം. ഇനി വാദ്യഘോഷങ്ങളാണ് ഇഷ്ടമെച്ചാൽ ആ വാദ്യത്തിന് മുമ്പിൽ നിന്നിരിക്കാം. രാവിലെ 7 മണി മുതൽ പിറ്റേ ദിവസം കാലത്ത് വരെ വാദ്യഘോഷങ്ങൾ കേൾക്കാം. അല്ല കലാപരിപാടികളാണ് കണ്ടെച്ചാൽ ആ കലാപരിപാടികൾ കണ്ടിരിക്കാം. ഇനി അല്ല ക്ഷേത്ര ചടങ്ങുകൾ മാത്രം കണ്ടാൽ മതിയോ, അവിടെ വന്നിരിക്കാം, അത് കാണാം. പോരാ, ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഭഗവാന് വേണ്ടിയിട്ട് എന്നും കൂത്ത് നടക്കും. കൂത്തമ്പലത്തിൽ അത് ക്ഷേത്ര കലകളിൽ പെട്ടതാണ്. 1. 2, വൈകുന്നേരം അമ്പലത്തിൻ്റെ തിരുമുറ്റത്തൊക്കെ പാഠകം പറയുന്ന സമ്പ്രദായമുണ്ട്. ആ പാഠകം കേൾക്കാം. അങ്ങനെയല്ല, ഈ 10 ദിവസവും ഇവിടെ വരുന്നവർക്ക് ഒരു വൈകുണ്ഠത്തിലെത്തിയിരിക്കുന്ന പ്രതീതി, ഇല്ലെങ്കിൽ എല്ലാം സുഭിക്ഷമായിട്ട് ഏത് ഭാഗം കൊണ്ട് നോക്കിയാലും ദുഃഖമില്ലാതെ ദുഃഖത്തിൽ നിന്നൊക്കെ വിട്ട് ഭഗവാനിൽ മാത്രം മനസ്സർപ്പിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുന്നതാണ് ഗുരുവായൂർ ഉത്സവം. മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും ഇത്രയും വിപുലമായിട്ട്, ഒരുപക്ഷെ ഇത്രയും ഗംഭീരമായിട്ട് നടക്കുന്ന 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം ഒരുപക്ഷെ ഗുരുവായൂർ മാത്രമായിരിക്കാം.